നമുക്ക് ആവശ്യമായ ആഹാരം, പ്രതിദിന ആഹാരം എന്താണ്? നമസ്കാരം, സ്വാഗതം, വണക്കം. യേശു പഠിപ്പിച്ച മാതൃക പ്രാർത്ഥനയിൽ അതത് ദിവസത്തേക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവകാശം നൽകിയിരിക്കുന്നു. Give us this day our daily bread. Forgive us our trespasses as we forgive those who trespass against us. അതിൽ നമുക്ക് അതത് ദിവസത്തെ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന ഭാഗം മാത്രം അല്പം ധ്യാനിച്ച് അതിൻ്റെ അർത്ഥത്തോട് പരിചയപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നാം ആദ്യമായി ഓർക്കേണ്ട ഒരു കാര്യം ഭാഷയുടെ പ്രശ്നമാണ്. ഭാഷയിൽ കൂടെ മാത്രമേ മനുഷ്യനും മനുഷ്യ അതീതമായ എന്തിനോടും ബന്ധമുണ്ടാകുകയുള്ളൂ, വ്യക്തിയും വ്യക്തിക്ക് അതീതമായതിനോടും ബന്ധം ഉണ്ടാകുകയുള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും സാർവലൗകികമായ പാലം, ദ ബ്രിഡ്ജ് ഓഫ് യൂണിവേഴ്സൽ കണക്റ്റിവിറ്റി ഭാഷയാണ്. ക്ഷമിക്കണം. എന്നാൽ ഭാഷ സഹായിക്കുന്നത് പോലെ നമ്മെ അല്ലെങ്കിൽ നമുക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുവാനും കഴിവുള്ളതാണ്, അല്ലെങ്കിൽ ഉതകുന്നതാണ്. അതുകൊണ്ട് ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടും അച്ചടക്കത്തോടും ആ കർമ്മം നിർവഹിക്കണമെന്ന് വേദപുസ്തകം പല വിധത്തിൽ പല അവസരങ്ങളിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അല്ലാതെ തന്നെയും അനുഭവങ്ങളിൽ കൂടെ ഈ യാഥാർത്ഥ്യം നമുക്ക് പരിചയമുള്ളതാണ്. കൂടുതലായി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഭാഷയുടെ ഒരു പ്രശ്നം, ഭാഷ വാക്കുകൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഓരോ വാക്കുകൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്ന അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്കത് പ്രയോഗിക്കുവാനും മറ്റാരെങ്കിലും ആ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാക്കുവാനും സാധ്യമാകുകയുള്ളൂ. ഉദാഹരണമായിട്ട് അപ്പം എന്ന വാക്ക്, ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൃത്യമായ ചില അനുഭവങ്ങൾ, സങ്കല്പങ്ങൾ, ധാരണകൾ പൊന്തി വരുന്നുണ്ട്. അപ്പം എന്നാൽ എന്താണ്? അതിനേക്കാൾ പ്രധാനമായി അപ്പം എന്നാൽ എന്തല്ല എന്ന ഒരു വ്യക്തമായ ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാകുക, നമ്മുടെ മനസ്സിലുണ്ടാകുക സ്വാഭാവികമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഭാഷയെ ഉപയോഗിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന വാക്കുകൾക്ക് പൊതുവായ അർത്ഥങ്ങളില്ലെങ്കിൽ അവർക്ക് ആ വാക്കുകൾ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ അപ്പമെന്ന് പറയുമ്പോൾ ഞാൻ ചപ്പാത്തി എന്ന് ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ആ വാക്ക് കേൾക്കുമ്പോൾ അതിന് കോഴി എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമായി തീരും. അപ്പം ഞാൻ അപ്പം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന പദാർത്ഥം മാത്രമാണ് എന്നതിനെപ്പറ്റി ഒരു പൊതുവായ അതേസമയം പര്യാപ്തവും വ്യക്തവുമായ ധാരണ രണ്ട് കൂട്ടർക്കും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മധ്യത്തിൽ ആശയവിനിമയം നടക്കുകയുള്ളൂ. ഇത് നമ്മുടെ മതജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അല്പസമയമെടുത്ത് ഇത് പരാമർശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതത് ദിവസത്തെ ആഹാരം ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ ആഹാരം എന്ന വാക്കുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ച് മാത്രമേ ഈ അപേക്ഷയുടെ അർത്ഥം നമുക്ക് നിശ്ചയിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമാകുകയുള്ളൂ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അർത്ഥമറിയാതെ ചൊല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്നാരും ചിന്തിക്കുവാൻ ഇടയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അർത്ഥമറിഞ്ഞ് മാത്രമേ ആത്മീയ കാര്യങ്ങൾ
അനുഷ്ഠിക്കാവൂ, കൈകാര്യം ചെയ്യാവൂ, അനുഭവിക്കാവൂ എന്ന് യേശു വളരെ വ്യക്തമായി നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. താൻ തൻ്റെ ശിഷ്യന്മാർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവരുടെ കാല് കഴുകുമ്പോൾ അവരോട് പ്രത്യേകമായി ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അറിഞ്ഞെങ്കിൽ മാത്രമേ ആരാധിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ യാന്ത്രികമായ എന്തെങ്കിലും ഉരുവിട്ടതിന് എന്തെങ്കിലും ആത്മീയമായ വിലയുണ്ട് എന്ന് ആരും ധരിക്കരുത് എന്ന വ്യക്തമായ നിർദ്ദേശം അവിടെ യേശുവിൻ്റെ ഭാഷയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് അതത് ദിവസത്തേക്ക് ഉള്ള ആഹാരം, അന്നന്ന് ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. ആഹാരം എന്നാൽ എന്താണ്? അതിന് ഇംഗ്ലീഷിൽ ബ്രെഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഭാഷയുടെ പ്രത്യേകം വരുമ്പോൾ ചില സമയത്ത് മലയാള വേദപുസ്തകത്തിൽ ആഹാരത്തിന് അപ്പമെന്നും ബ്രെഡിന് അപ്പമെന്നും ചില സ്ഥലങ്ങളിൽ ആഹാരമെന്നും വിവർത്തനം ചെയ്ത് നമുക്ക് കാണാറുണ്ട്. ഉദാഹരണമായിട്ട് യേശു പറയുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ഇറ്റേണൽ ലൈഫ്. അത് മലയാളത്തിൽ വരുമ്പോൾ ഞാൻ നിത്യജീവൻ്റെ അപ്പമാകുന്നു എന്നാണ്. ആഹാരം എന്ന വാക്കോട് ഉപയോഗിക്കുന്നില്ല, അപ്പമാകുന്നു. എന്നാൽ ഗിവ് us this day our daily bread എന്ന് പറയുമ്പോൾ അന്ന് ദിവസത്തെ ആഹാരം എന്നാണ്. അപ്പം എന്ന വാക്കല്ല സാധാരണ ഉപയോഗിക്കുന്ന ആഹാരം എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്നൊന്ന് നാം അല്പമൊന്ന് കരുതണം എന്ന് മാത്രമാണ് ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്കിതിൻ്റെ അർത്ഥം അന്വേഷിച്ച് മുൻപോട്ട് പോകാം. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പരീക്ഷയായ നീ മനുഷ്യപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കാൻ അതിനോട് പറയുക. അവിടെ അപ്പം. അപ്പോൾ യേശു പറയുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അപ്പോൾ ഇവിടെ യേശു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്, അതത് ദിവസത്തെ ആവശ്യമായ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഗിവ് us this day our daily bread. അപ്പോൾ നമുക്ക് ആവശ്യമായത് എന്ത് എന്ന് അറിയേണ്ട കടമ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ തൻ്റെ ആദ്യ പരീക്ഷയിൽ കൂടെ പരീക്ഷ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിക്കുന്നതിൽ കൂടെ യേശു അപ്പം എന്ന ആശയത്തിൻ്റെ ആശയസാന്ദ്രത വർദ്ധിപ്പിക്കുകയുണ്ടായി. ജീസസ് enlarged the meaning of the concept of bread. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ വചനം ആത്മീയമായ അപ്പമാണ് എന്ന ആശയം അവിടെയുണ്ട്. കാരണം ഇത് ജീവിക്കാൻ ഉതകുന്നതാണ്. മനുഷ്യൻ ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അപ്പം വേണം, വേണ്ടാന്ന് യേശു പറയുന്നില്ല. എന്നാൽ അപ്പം കൊണ്ട് ആയില്ല. അതിനപ്പുറമായി ദൈവവചനം എന്ന നിത്യജീവൻ്റെ അപ്പം കൂടെ മനുഷ്യന് ആവശ്യമാണ്. അതെന്തുകൊണ്ടാണ്? മനുഷ്യൻ എന്ന സങ്കല്പം എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് അത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു പശുവിനെ നമ്മൾ എത്തുമ്പോൾ അതിന് വൈക്കോലും കാടിയും മതി. പച്ചപ്പുല്ലുണ്ടെങ്കിൽ സന്തോഷം. ഇപ്പോൾ ഒരു പശുവിന് ഒരു 5 course ഡിന്നറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് തോന്നാറില്ല. അതില്ലെങ്കിലും സുഖമായിട്ട് പശു പാല് തരും, സന്തോഷമായി ജീവിക്കുകയും ചെയ്യും. പശുവിൻ്റെ തരത്തിലുള്ള സന്തോഷം അത് കൂടുതലും കാണിക്കുന്ന വാലാട്ടിയും വല്ലപ്പോഴുമൊക്കെ തലയൊന്ന് കുടഞ്ഞും ഒക്കെയാണ്. പിന്നെ കൊതുക് വന്നിരിക്കുമ്പോൾ കാല് കൊണ്ടൊന്ന് തൊഴിക്കും. അങ്ങനെയുള്ള സന്തോഷങ്ങളെ ഒരു പശുവിൻ്റെ ജീവിതത്തിലുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ജീവിയുടെ എൻ്റെ തൊണ്ടയുടെ പ്രശ്നം, നിങ്ങൾ കാരുണ്യമുള്ളവരായതുകൊണ്ട് അത്ര കോപിക്കയില്ല എന്ന പ്രത്യാശയിൽ ഞാൻ തുടരുകയാണ്. അപ്പോൾ ഒരു ജീവിയുടെ ആവശ്യം എന്താണ്, അതത് ദിവസത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് ആ ജീവിയുടെ പ്രത്യേകത കണക്കാക്കിയാണ്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ? ഇവിടെ രണ്ട് അഭിപ്രായമുണ്ട്. വ്യത്യാസമില്ല. അങ്ങനെയെങ്കിൽ അപ്പം മാത്രം മതി, യാതൊരു സംശയവുമില്ല.
പിന്നെ ഉള്ള അപ്പം എത്ര വിപുലീകരിക്കാം. ഒരു 100 തരത്തിലുള്ള അപ്പം അല്ലെങ്കിൽ 1000 തരത്തിലുള്ള അപ്പം ഉണ്ടെങ്കിൽ മനുഷ്യൻ എന്ന ഈ മൃഗത്തിന് സന്തോഷം. ഞാനൊരു കാലത്ത് ഇങ്ങനെ ഊടാടി നടക്കുന്ന കാലത്ത് സഞ്ചരിച്ച് നടക്കുന്ന കാലത്ത് പലപ്പോഴുമൊക്കെ അമേരിക്കൻ ഐക്യനാടുകളിൽ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടി വന്ന അവസരങ്ങളിൽ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ ഒറ്റ കാര്യം, അത് ഏറ്റവും ചിലവ് കുറഞ്ഞതാണ് എന്നുകൊണ്ടാണ്. അപ്പോൾ അവിടെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും $5 കൊടുത്താൽ 50 ഐറ്റമുള്ള ലഞ്ച് കഴിക്കാം. $5. $7 കൊടുത്താൽ 100 ഐറ്റമുള്ള ലഞ്ച് കഴിക്കാം. ഈ 100 ഐറ്റമുള്ള ലഞ്ച് കഴിക്കാനുള്ള വയറും വേണം. ആ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഈ $5 ലഞ്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മനുഷ്യന് എന്താണ് വേണ്ടത്? മനുഷ്യനൊരു ഇച്ചിരി കൂടെ മേന്മയുള്ള മൃഗമാണെങ്കിൽ ഈ $5 50 ഐറ്റമുള്ള ചൈനീസ് ലഞ്ച് മതി. അല്ലാതെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. എന്നാൽ മനുഷ്യൻ മൃഗത്തേക്കാൾ വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ അല്പം കൂടെ മുൻപോട്ട് കടന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ മൃഗതുല്യമായി നാം മനസ്സിലാക്കരുത് എന്ന ഒരു ചിന്തയ്ക്ക് ഇടം കൊടുത്താൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥത്തിൻ്റെ സാധ്യതകൾ വർദ്ധിക്കും. ഇതാണ് പ്രധാനമായും എനിക്ക് നിങ്ങളോട് പറയാൻ. അപ്പോൾ 2 തരത്തിലുള്ള അപ്പങ്ങളെപ്പറ്റി യേശു പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് ശാരീരികമായ അപ്പം, യാതൊരു സംശയവുമില്ല. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു അപ്പം കൂടെയുണ്ട്. അതും കൂടെ ആയെങ്കിലേ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് പോഷണമായി തീരുകയുള്ളൂ എന്ന സുപ്രധാനമായ ഒരു തിരിച്ചറിവ്. അതിന് യേശു തന്നെപ്പറ്റി പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ജീവൻ്റെ അപ്പമാകുന്നു. ഇപ്പം ശരീരത്തിൻ്റെ അപ്പമുണ്ട്, ജീവൻ്റെ അപ്പമുണ്ട്. ശരീരത്തിൻ്റെ അപ്പം കൊണ്ട് മാത്രമാണെങ്കിൽ മൃഗതുല്യമായി നമുക്ക് ജീവിക്കാം. ഇരുകാലി മൃഗങ്ങളാണ് നമ്മൾ, ആ ഒരു ധാരണയുള്ളെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ അപ്പം മാത്രം മതി. എന്നാൽ ജീവൻ്റെ അപ്പം കൂടെ വേണം എന്ന ഒരു ബോധം, ഒരു ആവശ്യത്തെപ്പറ്റിയുള്ളൊരു ബോധം ഉണ്ടാക്കുക ഈ സുവിശേഷ സാക്ഷീകരണത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ടു ക്രിയേറ്റ് an awareness about an additional need. ഇപ്പോൾ ഒരു കാലത്ത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെന്ന ഒരു ബോധമില്ലായിരുന്നു. 1985 മുൻപിലോട്ട് പോയാൽ എനിക്കൊരു കമ്പ്യൂട്ടർ വേണമെന്നാരും, കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്നാരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഒരു വീട്ടിലൊരു കമ്പ്യൂട്ടർ വേണം. ഞാൻ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി കാണുന്നത് 1957 58 ആണ്. അപ്പോൾ അതുവരെയും ഒരു മണ്ണെണ്ണ വിളക്കാണ് ഉണ്ടായിരുന്നത്. ആ മണ്ണെണ്ണ വിളക്ക് ഒരു സ്വന്തമായിട്ടിരിക്കൊരു മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, തിരി എങ്ങനെയാണ് നന്നാക്കേണ്ടത്, അതിലെപ്പോഴാണ് മണ്ണെണ്ണ ഒഴിക്കേണ്ടത്, എങ്ങനെയാണ് വൃത്തിയാക്കുക, ഇതൊക്കെ അറിയാം. അതങ്ങനെ വളരെ സന്തോഷമായി നിധി പോലെ കാത്ത് സൂക്ഷിച്ച് എന്നും വൈകിട്ട് 6-6:30 ആകുമ്പോൾ അത് തെളിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് വായിക്കച്ച സൗന്ദര്യമുള്ള ഒരു മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ അന്നത് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി വേണം എന്നൊരു ബോധ്യം എനിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ജീവിതം സ്തംഭിച്ചു പോകും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ട്, അപ്പോൾ അതുപോലെ ആത്മീയത കൊണ്ട് സംഭവിക്കേണ്ടത്, നമുക്ക് സാധാരണ അറിയാവുന്നതിനേക്കാൾ, നമുക്ക് ബോധമുള്ളതിനേക്കാൾ അപ്പുറത്ത് ചില ആവശ്യങ്ങളുണ്ട്. നിങ്ങളൊരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആഗ്രഹങ്ങളെപ്പറ്റിയല്ല ഞാനീ പറയുന്നത്, ആവശ്യങ്ങൾ. വാട്ട് ആർ മൈ നീഡ്സ്? ഇപ്പോൾ എനിക്ക് ഏകാന്തത ആവശ്യമുണ്ടോ? ചിലർക്ക് ഏകാന്തത പേടിയാണ്,
എനിക്ക് ഏകാന്തത അമൃതത്താണ്. എല്ലാ ദിവസവും വായിക്കേണ്ട പുസ്തകങ്ങളുടെ ആവശ്യമുണ്ടോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മയുള്ളത് പ്രദാനം ചെയ്യാനുള്ള ആവേശമുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം എനിക്കുണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും അർത്ഥവത്തായത് പ്രാപിക്കുവാനുള്ള ആവശ്യം എനിക്കുണ്ടോ? അങ്ങനെ മറ്റും ഇതൊന്നുമില്ലാതെ സന്തോഷമായി ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ, നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ചിരി വരും, പുച്ഛം തോന്നും. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം കൂടെ മനുഷ്യനുണ്ട് എന്ന ബോധം അവനിൽ സൃഷ്ടിക്കുക ആത്മീയതയുടെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ആവശ്യത്തെ പറ്റിയുള്ള ബോധം. അതിൽ നിന്ന് മുൻപോട്ട് പോയി എനിക്ക് മറ്റാവശ്യങ്ങളും കൂടെ ഉണ്ട് എന്നൊരു തിരിച്ചറിവാണ്. അങ്ങനെ ആവശ്യബോധം മനുഷ്യനിൽ ഉളവായാൽ അതിനനുസരിച്ചുള്ള അന്വേഷണം അവൻ നടത്തിക്കൊള്ളും. അവൻ്റേതായ വിഭവങ്ങൾ അവൻ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കണമെങ്കിൽ പുതുതായ ഒരു ആവശ്യബോധമുണ്ടാകണം. എന്നാൽ മാത്രമേ അന്വേഷണം ഉണ്ടാകുകയുള്ളൂ. പുതുതായ ഒരു ബോധവുമില്ല, എനിക്ക് പുതുതായിട്ടൊരു ആവശ്യവുമില്ല, എനിക്ക് ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്ത് പോയിട്ട് ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അന്വേഷിക്കും? അപ്പോൾ നിങ്ങൾ അന്വേഷിപ്പീനെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ബോധമുള്ള ചില ആവശ്യങ്ങളുണ്ട്. പക്ഷേ അത് പോരാ, അതിനപ്പുറത്ത് ചില ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യരായി തീരുകയുള്ളൂ, നിങ്ങളുടെ വ്യക്തിത്വം അർത്ഥവത്തായി തീരുകയുള്ളൂ എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ആശയത്തിലേക്ക് മടങ്ങി വരികയാണ്. 2 തരത്തിലുള്ള അപ്പങ്ങളെ പറ്റിയാണ് യേശു പറയുന്നത്. അതിൽ ശാരീരികമായ അപ്പത്തെപ്പറ്റി ആരും പ്രത്യേകിച്ച് ശ്രമിച്ച് ഒരാവശ്യബോധം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ ജോലി പ്രകൃതി എന്നേ ഏറ്റെടുത്തതാണ്. ആ ജോലി പ്രകൃതി വളരെ ഭംഗിയായി എപ്പോഴും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പ്രകൃതിക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. എന്നാൽ പ്രകൃതിക്ക് അതീതമായി നാം മനുഷ്യരേറ്റെടുക്കേണ്ട ചില ചുമതലകളുണ്ട്. അത് പ്രകൃതി മൃഗതുല്യമായി എല്ലാവരെയും കാണുന്നു. എന്നാൽ അതിനപ്പുറത്ത് കടന്ന് മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി നാം മനസ്സിലാക്കുന്ന വ്യക്തിത്വം, അതിനെ പോഷിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതാണ് നിത്യജീവൻ്റെ അപ്പം എന്ന ആ ഒരു ആശയം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യതയുടെ അവകാശികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളാണ് നാം പറയുന്നത്. നാം നിത്യതയുടെ അവകാശികൾ കൂടെയാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും ആ ഒരു ബോധതലത്തിൽ, ആ ബോധത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള കടമ നമുക്കുണ്ട്. ആ കടമ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ഉരുവിടാൻ എന്നാണ് ഈ സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ നാം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും. അതത് ദിവസത്തേക്ക് അന്നത്തെ ആഹാരം നൽകണമെന്ന് പറയുമ്പോൾ ഈ ആഹാരം ശാരീരികമായ സംരക്ഷണത്തിന് ഉതകുന്നത് മാത്രമല്ല, ശാരീരികമായ സംരക്ഷണം ജീവൻ നിലനിർത്തുക വളരെ ആവശ്യമാണ്, സുപ്രധാനമാണ്, സംശയമില്ല, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരാവശ്യമാണ്. അതുപോലെ തന്നെ ആവശ്യമായ കാര്യമാണ് ശാരീരികമായ ജീവന് അപ്പുറത്ത് ആധ്യാത്മികമായ ഒരു ദർശനത്തിൽ മനസ്സിലാകുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വം എന്നത് ഒരു ആത്മീയമായ ആശയം മാത്രമാണ്, ഭൗതികമായ ആശയമല്ല. സാംസ്കാരികമായ വ്യക്തിത്വത്തെപ്പറ്റി പറയാനുണ്ടെങ്കിലും വ്യക്തിത്വത്തെ പറ്റിയുള്ള സാംസ്കാരികമായ അറിവുകൾ, ബോധങ്ങൾ തികച്ചും അസ്ഥാനത്താണ്. അത് നമ്മെ വഴിതെറ്റിക്കുന്നതാണ്. വ്യക്തിത്വം എന്നത് ആദ്യം മുതൽ അവസാനം വരെ ആത്മീകമായ ഒരു സമ്പത്താണ്, നിധിയാണ്. ഇതിനെപ്പറ്റിയാണ് യേശു പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയുമുള്ള സ്വത്ത് അല്ലെങ്കിൽ നിധി നാം സമ്പാദിക്കണമെന്ന് പറയുന്നത്. അത് നമ്മുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുക നമ്മുടെ കടമയാണ്.
അതിന് നാം എത്രമാത്രം ഊന്നൽ കൊടുക്കുന്നു, അതിനുവേണ്ടി നാം എത്രമാത്രം കരുതുന്നു, അതിനുള്ള വിഭവങ്ങൾ നാം അന്വേഷിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ, ഇതാണ് പ്രശ്നം. അപ്പോൾ യേശു ഈ മാതൃകാ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഗിവ് us ദിസ് ഡേ our ഡെയിലി ബ്രെഡ്, അന്നത്തെ ദിവസത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഏത് മനസ്ഥിതിയിലാണ്, ഏത് അർത്ഥത്തിലാണ്, ഏത് പ്രതീക്ഷയിലാണ് നാം ഈ പ്രാർത്ഥന നടത്തേണ്ടത്? എൻ്റെ ശാരീരികമായ നിലനിൽപ്പിനാവശ്യമായ ഭൗതിക ഭക്ഷണം എന്ന അർത്ഥം അതിലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. എന്നാൽ അതുകൊണ്ടായില്ല, അതിനേക്കാൾ ഉപരിയായി മനോഹരമായ ആത്മീക സമ്പാദ്യമായ വ്യക്തിത്വം നിലനിർത്തുവാൻ ആവശ്യമായ പോഷണം. യേശു പറഞ്ഞില്ലേ, ഞാൻ നിത്യജീവൻ്റെ അപ്പമാകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും, ആ വചനമാണ് യേശുവെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നിത്യജീവൻ്റെ അപ്പമായി യോഹന്നാൻ വീണ്ടും ചിത്രീകരിക്കുന്നത്. അത് 6-ാം അധ്യായത്തിൽ അത് വളരെ പ്രകടമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് വേണം നാം ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഈ ഭാഗം വലിയ ധൃതിയില്ലാതെ അല്പമൊക്കെ ഒന്ന് നിർത്തി ആശയത്തെ ഉൾക്കൊണ്ട് അതിനെ മാനിച്ച് അതിനെ അർത്ഥവത്തായ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കും എന്ന പ്രതിഷ്ഠയിൽ നാം ഈ പ്രാർത്ഥന നടത്തുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് വഴിയൊരുക്കും എന്നതാണ് എനിക്ക് ഏവരോടും സവിനയം അറിയിക്കുവാനുള്ള ദൂത്. അല്ലാതെ ഇഷ്ടം പോലെ തിന്നുവാൻ, വയറുമുട്ട തിന്നുവാൻ സമ്പാദ്യമുള്ള ആളുകൾ കുടുംബ പ്രാർത്ഥന വേണമല്ലോ എന്ന് പറഞ്ഞ് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ല യോസനായ ഞങ്ങളുടെ പിതാവേ മക്കളുടെ രാജ്യപ്പെടുന്നതിൻ്റെ തീർന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ ഒരു സംബോധന തന്നെ വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും. ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈ മാതൃകാ പ്രാർത്ഥന. അതിനെ എത്ര നിസ്സാരമായിട്ടാണ്, ലഘുവാക്കിക്കൊണ്ടാണ് നാം തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലി അവസാനിപ്പിക്കുന്നത് എന്നത് ഓർക്കുമ്പോൾ അല്പം സങ്കടം, അല്പം നൊമ്പരം തോന്നാറുണ്ട്. അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു. ദയവായി ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ മാധുര്യം, മാഹാത്മ്യം കൂടുതൽ വെളിപ്പെട്ട് വരികയും കൂടുതൽ മുൻപോട്ട് പോകുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്ന അനുഭവം കൂടെ സാക്ഷീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വിനീതമായ വന്ദനം.